നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളിന്ന് റിലേഷൻഷിപ്പിൽ എടുക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യാം. ഓക്കെ, പേഴ്സണിന് ഫീലിങ്സ് ഉണ്ടോ, അങ്ങനെയുണ്ടോ എന്നൊന്നും നോക്കുന്നില്ല. ഞാൻ ഒന്ന് ചോദിക്കാൻ പോകുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? അതായത് നിങ്ങൾ മീൻസ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഇംപ്രഷൻ എന്താണ് എന്ന് പറയില്ലേ നമ്മൾ. അതായത് നിങ്ങളുടെ മനസ്സിൽ എന്താണ്, അതെന്താണ് അവർക്ക് എന്താ തോന്നുന്നത്, അതായത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്നാണ് അവർക്ക് തോന്നുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ കുറച്ച് പാടുപെടും. ഓക്കെ, നിങ്ങളെക്കുറിച്ചുള്ള ഇംപ്രഷൻ അവർക്ക് എന്താണ് നോക്കാം. ഓക്കെ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അവരെക്കുറിച്ച്, ലൈക്ക് ഇപ്പം നിങ്ങളെ പേഴ്സണോട് സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടോ, എന്താണ് അവർക്ക് തോന്നുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു, അവൻ കാർഡ് എടുക്കുമ്പോൾ. ഓക്കെ, നമുക്ക് എന്തായാലും പേഴ്സണിന് നിങ്ങളെക്കുറിച്ചുള്ള ഇംപ്രഷൻ എന്താണ് നോക്കാം. എന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് വരുന്നത്, അതെല്ലാം നോക്കാം. നമുക്ക് ധരിച്ചു വെച്ചിരിക്കുന്നത്, യെസ്. ഓക്കെ, ഒരുവിധം മാച്ചായ വേർഡ് കിട്ടി. നിങ്ങളെക്കുറിച്ച് എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? യെസ്. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ധരിക്കുന്നത്, ധരിച്ചു വെച്ചിരിക്കുന്നത്? Okay, 7 of Pentacles, Page of Swords, 9 of Wands. So okay, Justice, King of Pentacles and Queen of Cups. ഫസ്റ്റ് തിങ്, നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത് നിങ്ങൾ വളരെയധികം കെയറിങ് പേഴ്സൺ ആണ് എന്ന്. ഓക്കെ, നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. ഓക്കെ, നിങ്ങൾ വളരെയധികം ലൈക്ക് ലവിങ് ആണ്, ഗിവിങ് ആണ്. അവരോട് ആ ഒരു ലൈക്ക് അവരെ കെയർ കൊടുക്കുന്നതും അതെല്ലാം അവർ കാണുന്നുണ്ട്, അവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം അവരെ കെയർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം അവരെ കൂടെയുണ്ട്, എല്ലാം അവർക്ക് തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങളെ അങ്ങനെ വളരെ ഒരു കെയറിങ് വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നാൽ, അതിപ്പോൾ ഇമോഷൻസ് ആയാലും ശരി, സപ്പോർട്ടായാലും ശരി, മോട്ടിവേഷൻ ആയാലും ശരി, എങ്ങനെയായാലും നിങ്ങൾ അവരെ കെയർ ചെയ്ത് അവരെ മുന്നോട്ട് നിങ്ങളവിടെ ഉണ്ടാവും എന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. ഓക്കെ, എത്ര നിങ്ങൾ ദേഷ്യപ്പെട്ടാലും ശരി, എന്തൊക്കെ ആയാലും ശരി, നിങ്ങളെ എന്ത് പറഞ്ഞാലും ശരി, നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ഉടക്കോ വഴക്കോ എന്ത് വന്നാലും ശരി, ഓക്കെ, അവർക്ക് അറിയാം ദാറ്റ് ഇല്ല, നിങ്ങൾ എവിടെയും പോവില്ല. ഓക്കെ, ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ആദ്യം കിട്ടിയത്. നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയാണ് കരുതുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ കാണിക്കുന്ന സ്നേഹം അവർ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. ഇവിടെ 7 of Pentacles കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ക്ഷമയുള്ള വ്യക്തിയാണെന്നാണ് അവർ കരുതുന്നത്. ഓക്കെ, ബട്ട് എന്നാലും ചില സമയത്ത് ഒരു അക്ഷമയുണ്ട്. ഓക്കെ, എപ്പോഴും അല്ല, വളരെ പേഷ്യൻസ് വെക്കുന്നുണ്ട്, നിങ്ങൾ ക്ഷമ വെക്കുന്നുണ്ട്, അവരോട് ക്ഷമിക്കുന്നുണ്ടാവാം. ആ വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കുന്ന തരത്തിൽ അവർ കാണുന്നുണ്ട്. അവർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ പേഷ്യൻ്റ്ലി, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ക്ഷമയോടെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് അവർ കരുതുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ പേജ് ഓഫ് സോർഡ്സ് ഉണ്ട്. പേജ് ഓഫ് സോർഡ്സ് നമ്മൾ ആക്ച്വലി നിങ്ങളുടെ വളരെ ക്യൂരിയസ് മൈൻഡ് ആയിരിക്കാം. മേ ബി നിങ്ങൾ അവരെക്കുറിച്ച് എപ്പോഴും ഓരോന്ന് ചോദിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. ഓക്കെ, എവിടെയാണ്, എന്താണ് അറിയാൻ ശ്രമിക്കുക, ക്യൂരിയോസിറ്റി. മേ ബി നിങ്ങൾ അവരെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നടക്കം അവർക്ക് തോന്നുന്നുണ്ട്. അതായത് നിങ്ങൾ സീക്രട്ട്ലി അവരെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ അവർ ലാസ്റ്റ് സീനോ അല്ലെങ്കിൽ അവർ വന്നോ പോയോ ഓൺലൈൻ വന്നോ അങ്ങനത്തെയൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഇൻഫർമേഷൻ നിങ്ങൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, അത് അവർക്ക് അറിയാം, അവരതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ 9 of Wands ഉണ്ട്. ഐ തിങ്ക് നിങ്ങളിപ്പോൾ ഒരല്പം അകൽച്ച വെക്കുന്നുണ്ടോ എന്ന രീതിക്ക് അവർക്കൊരു ഫീലിംഗ് ഉണ്ട്. ഓക്കെ, മേ ബി നിങ്ങളിപ്പോൾ അത് ചെയ്യുന്നുണ്ടാവാം, ശരിക്കും ചെയ്യുന്നുണ്ടാവാം. കാരണം ഇവിടെ കിങ് ഓഫ് പെഡക്കിൾസും ഉണ്ട്. നിങ്ങൾ വളരെ കെയറിങ് ആണ്, യെസ്, എല്ലാമാണ്. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, അത് അവർക്കറിയാം. നിങ്ങൾ അവരെന്തെങ്കിലും ചെയ്താൽ പോലും നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുന്ന വ്യക്തിയാണ്, എല്ലാം അവർക്കറിയാം. ഓക്കെ, ബട്ട് എവിടെയോ നിങ്ങൾ മേ ബി നിങ്ങൾ അവരെക്കുറിച്ച് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനും ഒരല്പം നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് ഇപ്പോൾ അവർ തോന്നുന്നുണ്ട്. അവർ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മേ ബി അതിപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് മേ ബി പാസ്റ്റ് ലെവൽ അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് ആ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് എന്താ പറയുക, ഇൻ ആൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പല ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങളിപ്പോൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം. ഓക്കെ, സോ അത് അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് നിങ്ങളെ തന്നെ സ്വയം പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നു, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി നിങ്ങൾ വെക്കുന്നുണ്ട് എന്ന രീതിക്കാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ പഴയ പോലെ മേ ബി ഒരു അടുപ്പോ അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ആവുക, അല്ലെങ്കിൽ ഒരുപാട് ലൈക്ക് മേ ബി ചിലപ്പോൾ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അവരറിയുന്നുണ്ടാവും, മീൻസ് അവരറിയാതെ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരോട് മേ ബി
പഴയ പോലെ നിങ്ങളത് ഓപ്പൺ ആയിട്ട് പറയുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ സൈലന്റ് ആയിട്ട് ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവും. ഇവിടെ ജസ്റ്റിസ് കാണുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾ വളരെയധികം അവർക്കറിയാം ദാറ്റ് നിങ്ങൾ ന്യായമല്ലാതെ മറ്റൊന്നും അവർ നിങ്ങളെ സ്വീകരിക്കില്ല എന്നുള്ളത് അവർക്കറിയാം. ഓക്കെ, ഒരു ന്യായമായ ഒരു ബന്ധം അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ന്യായം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നവർക്കറിയാം. ഓക്കെ, അല്ലെങ്കിൽ അവർ നിങ്ങളെന്തെങ്കിലും പാസ്റ്റ് വേദനിപ്പിച്ചു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലും നിങ്ങളൊരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കറിയാം. ഓക്കെ, നിങ്ങൾ ആ ജസ്റ്റിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെയാണ്. അതായത് പേഴ്സൺ വന്ന് സോറി പറയാനോ അല്ലെങ്കിൽ അവരുടെ തെറ്റോ കുറ്റോ ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്തിന് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റു പറഞ്ഞ് മേ ബി ഒരു ജസ്റ്റിസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കറിയാം. ഇവിടെ കിങ് ഓഫ് പെഡിക്കിൾസും ഉണ്ട്. സോ ഇത് നിങ്ങളെ തന്നെ ഞാൻ എടുക്കുന്നു, ബിക്കോസ് ഇപ്പം നിങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ മേ ബി നിങ്ങളുടെ കരിയറിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ടാവാം. നിങ്ങളിപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടൊരു ലൈഫ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ബൗണ്ടറി വെക്കുന്നു എന്നൊക്കെ. ഓക്കെ, മേ ബി നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹവും കെയറും ഒക്കെ ഉണ്ട് എന്നുള്ളത് അവർക്ക് അറിയാം തീർച്ചയായിട്ടും. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം അത് ഇപ്പം നിങ്ങൾ കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് കൂടി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അവർ കരുതുന്നത്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നും പറയാം. ഓക്കെ, മേ ബി ഓക്കെ, ഞാൻ ഈ ഡെക്കിന്ന് കൂടി ഒന്ന് കുറച്ച് കാർഡ്സ് എടുക്കാം എന്നിട്ട് പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കിങ് ഓഫ് പെന്റിക്കിൾസ് കാണുമ്പോൾ മേ ബി ഐ തിങ്ക് അവർ കരുതുന്നത് നിങ്ങൾ അവർക്ക് ന്യായമായ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ അടുത്ത് നിന്ന് ന്യായമായ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കൂടി അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, സോ അതുകൂടി ഓക്കെ, നമുക്ക് ഈ ഡെക്കിന്ന് കൂടി ഞാനൊന്ന് എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളെ പറ്റി അവരെന്താണ് ധരിച്ചു വെക്കുന്നത്, എന്താണ് അവരുടെ മനസ്സിൽ. ഡിവൈൻ ഫെമിനൈൻ കാണുന്നുണ്ട്, വെരി നൈസ്. ഓക്കെ, ചേഞ്ച്, കറേജ്, ആക്ഷൻ, കറേജ് അഗൈൻ. ഓക്കെ, വീനസ്, ഓഫർ, വെരി നൈസ്. ട്രൂത്ത് എക്സ്പ്രഷൻ. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളെ അവർ കാണുമ്പോൾ ഓക്കെ ഡിവൈൻ ഫെമിനൈൻ എനർജിയാണ് കാണുന്നത്. ഓക്കെ, അതായത് അഗൈൻ ഡിവൈൻ ഫെമിനൈൻ നമ്മുടെ ക്വീൻ ഓഫ് കപ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. നിങ്ങൾ വളരെ കെയറിങ് നേച്ചറാണ്, നിങ്ങൾ വളരെ ഗിവിങ് ആണ്, എല്ലാമാണ്. ഓക്കെ, വളരെയധികം ആ ഒരു സ്നേഹിച്ച് നിൽക്കുന്ന ആ ഒരു എനർജി അവർ കാണുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഓക്കെ ഇതിൻ്റെ ഒപ്പം ഈ ഡിവൈൻ ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോൾ തന്നെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. യെസ്, ഗിവിങ് ആണ്, സ്നേഹമാണ്, എല്ലാമാണ്. പക്ഷെ സെൽഫ് വർത്ത് കൂടി തിരിച്ചറിയുന്ന ഒരു പേഴ്സൺ ആണ്. ഓക്കെ, അതുകൊണ്ട് ഒരു ധൈര്യം ഉണ്ടാവും, ധൈര്യം, കറേജ് ഉണ്ട് തീർച്ചയായിട്ടും ഉള്ളിൽ. അതാണ് ഇവിടെ രണ്ട് കാർഡും ആക്ച്വലി എനിക്ക് കറേജ് വന്നിട്ടുണ്ട്. സോ അവർക്ക് ഇപ്പോൾ തോന്നുന്നത് നിങ്ങൾ ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ ഫീലിംഗിൽ അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു എന്ന്. ഓക്കെ, നിങ്ങൾ ചേഞ്ച് ആയി എന്നാണ് അവർ കരുതുന്നത്. നിങ്ങൾ പഴയ പോലെയല്ല. ഓക്കെ, നിങ്ങൾ പഴയ പോലെയല്ല, ഇപ്പോൾ നിങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നവർക്ക് തോന്നുന്നുണ്ട്. ചേഞ്ച് കാണുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ അവരെ വിട്ട് നിൽക്കുന്ന സമയത്തായാലും ഐ തിങ്ക് നിങ്ങളിപ്പോൾ ഒരുപാട് ക്ലിങ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ പിന്നാലെ പോകുന്നില്ല, ചേസ് ചെയ്യുന്നില്ല എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഓൾറെഡി വിട്ട് മാറി നിൽക്കുന്നുണ്ടാവാം, നിങ്ങളുടെ കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിട്ടു പോവും എന്ന രീതിക്ക് അവർക്ക് ഇപ്പോൾ തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾ അങ്ങനെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ഒരു പവറിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഡിവൈൻ ഫെമിനൈൻ എന്ന് പറയുമ്പോൾ ജെൻസ് കാണുന്നവരായാലും ഓക്കെ നിങ്ങളുടെ ഒരു മാസ്കുലൈൻ എനർജി എന്ന് വേണമെങ്കിൽ എടുത്തോളൂ നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ഒരു പവറിലാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, എൻ്റെ ഇവിടെ ആക്ഷൻ എടുക്കാൻ, നിങ്ങളിപ്പോൾ ആക്ഷൻ എടുക്കാനൊന്നും പേടിക്കാത്തൊരു വ്യക്തിയാണ് എന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മേ ബി ആ പേഴ്സണുമായിട്ട് ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടാവും. അത് അവർക്ക് മനസ്സിലാവുന്ന, അതും അവർക്കറിയാം. ആൻഡ് അവർക്ക് അഗൈൻ ഇവിടെയും കറേജിൻ്റെ കാര്യം രണ്ട് തവണ വന്നിട്ടുണ്ട്. സോ അവർക്ക് തോന്നുന്നത് നിങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ആക്ഷൻ എടുക്കാനും നിങ്ങളുടെ ഉള്ളിൽ പേടികളില്ല എന്നാണ് അവർക്ക് തോന്നുന്നത്. ഓക്കെ, അവർക്കുണ്ടാവും, അവരുള്ളിൽ ഒരുപാട് പേടികൾ ഉണ്ടാവാം, അവരുള്ളിൽ അവർ പലതും മറച്ചു വെക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന്. ട്രൂത്ത് എക്സ്പ്രഷൻ കാണുന്നുണ്ട്. ഓക്കെ, അവർ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അവരുടെ അടുത്ത് നിന്ന് ആ ഒരു ട്രൂത്ത് ആയിരിക്കും. എനിക്ക് ചില സത്യങ്ങൾ അറിയാനായിരിക്കും. അവിടെ ജസ്റ്റിസും വന്നിരുന്നു. സോ മേ ബി അവരെന്തെങ്കിലും മറച്ച സത്യങ്ങൾ നിങ്ങൾ അറിയണം എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും. സത്യം തുറന്നു പറയൂ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ തന്നെ സത്യാവസ്ഥ എന്താണ് എന്ന് തുറന്നു പറയാൻ നിങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നുണ്ടാവാം. ബട്ട് അവർക്ക് അത് സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങൾ വളരെയധികം ഒരു ധൈര്യമായിട്ടും കറേജായിട്ടും നിങ്ങളുടെ ഒരു പവറിലും നിൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ അവർ കാണുന്നത്. ഓക്കെ, എവിടെയോ പക്ഷെ അവർ നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും പറയാം. കാരണം ഈ ഒരു കാർഡ് ഇടയിൽ എനിക്കെന്തോ അങ്ങനെ അവർ തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അവരുടെ ഭാഗത്തു നിന്ന് അവരിപ്പോൾ ശരിക്കും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് ഇവിടെ ന്യൂ ബിഗിനിങ് വേണമെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് എടുക്കാം. മേ ബി നിങ്ങൾ ഈ ഒരു ചേഞ്ച്, നിങ്ങളുടെ കറേജ്, നിങ്ങളുടെ ധൈര്യം അവരെ കൂടി ഇൻസ്പയർ ചെയ്യുന്നുണ്ടാവാം.
അങ്ങനെയും എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, മേ ബി അവർ ഒരു മാറ്റം കൊണ്ടുവരാൻ ഇപ്പം അവർ തയ്യാറാവുന്നുണ്ടാവും, ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാവുന്നുണ്ടാവും. ഓക്കെ, അവരും ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരണം എന്നാഗ്രഹിച്ച് ഇവിടെ ഒരു ന്യൂ ഓഫർ വരുന്നതായിട്ട് എനിക്ക് കാണാം. മീൻസ് അവരുടെ ഭാഗത്തുനിന്ന് ഓക്കെ ഒരു കമ്മിറ്റ്മെന്റ് ആയാലും ശരി, സ്നേഹത്തിന്റെ ഒരു ഓഫർ ആയാലും ശരി, അത് അവരും തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് എനിക്ക്. ആൻഡ് ഇവിടെ ട്രൂത്ത് എക്സ്പ്രഷൻ കേസ് അവർ മനസ്സിലുള്ളത് തുറന്നു പറയും എന്ന് പറയാം എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ, എന്തായാലും നിങ്ങളെ കാണുന്നത് നിങ്ങളിലൊരു ചേഞ്ച് അവർ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങൾ അവരോട് ക്ഷമിക്കുന്നുണ്ട്, അവരോട് സ്നേഹത്തോടെ നിൽക്കുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് ഇപ്പം നിങ്ങളുടെ ആ ഒരു ബൗണ്ടറി വെച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം അവർക്കൊരു ചെറിയ പേടിയുണ്ട്, നിങ്ങളെ നഷ്ടപ്പെടുമോ, നിങ്ങൾ ചിലപ്പോൾ വിട്ടുപോകും. ഇനി വൈകിച്ചാൽ ഓക്കെ, ഇനി അവർ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവരെ വിട്ടുപോകും എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്ന പോലെയുണ്ട്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഓഫർ ഉണ്ട്, ആ ഓഫറുമായിട്ട് അവർ വേഗം വന്നില്ലെങ്കിൽ ഓക്കെ നിങ്ങൾ ഇനി അധികം വെയിറ്റ് ചെയ്യില്ല എന്ന് ചിലപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ എനിക്ക് കിട്ടിയത്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് കൂടി ജസ്റ്റ് ലാസ്റ്റ് ഒരു എന്തെങ്കിലും അഡ്വൈസ് ആയിട്ട് നമുക്ക് എടുക്കാം. റൊമാൻസ് ഏഞ്ചൽസ് നിന്ന് യൂണിവേഴ്സ് നിങ്ങളുടെ ഈ ബന്ധത്തിനെ കുറിച്ച് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. റിക്കൺസിലിയേഷൻ, വെരി ഗുഡ്. ട്രസ്റ്റ്, worth waiting for, awesome. Deception, yeah, it's okay, you deserve love. Okay. ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പേഴ്സൻ്റെ അടുത്ത് നിന്ന് ഒരു സെപ്പറേഷൻ, നിങ്ങളാണ് വിട്ടുപോയതെങ്കിൽ അല്ലെങ്കിൽ അവർ വിട്ടുപോയതാണെങ്കിലും ശരി, ഇവിടെ റീകൺസിലേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ റീയൂണിയൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് ഈ സിറ്റുവേഷനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, പേഴ്സണിൽ ചേഞ്ചസ് വരുന്നുണ്ട്, പേഴ്സണും മാറി വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് തെറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, വർത്ത് വെയിറ്റിംഗ് ഫോർ എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം കാണാം. പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കൂടി ഒരു മെച്യൂരിറ്റിയും ഒരു ഓഫറായിട്ടും കമ്മിറ്റ്മെൻ്റ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഡിവൈൻ ടൈമിംഗ് ഇസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. ഓക്കെ, ഡിവൈൻ ടൈമിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് നിങ്ങൾക്ക് സോൾവ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഡിസെപ്ഷൻ ഇവിടെ എനിക്ക് തെറ്റായിട്ടല്ല ഫീൽ ചെയ്യുന്നത്, ഇവിടെയും ട്രൂത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, ചില സത്യങ്ങൾ മറക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അത് എനിക്ക് ഇവിടെ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫീലിങ്സ് ആണ്. ഓക്കെ, അവർക്ക് നിങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ട് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ആണ് അവർ മറക്കുന്നത്. ഓക്കെ, അല്ലാതെ വേറെ എന്തെങ്കിലും ഇപ്പോൾ തേർഡ് പാർട്ടിയുടെയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ നിങ്ങളുടെ പേഴ്സൺ മറക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും, പേഴ്സൺ ചേഞ്ച് ആവുകയും ചെയ്യും. ഓക്കെ, അതിൽ നിന്ന് വിട്ടുമാറിയിട്ടോ അല്ലെങ്കിൽ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചേഞ്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണും. നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അവരെന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് മറച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ സത്യങ്ങൾ അറിയും. ആൻഡ് അതിനുശേഷം ഇവിടെ ഒരു ജസ്റ്റിസ്, ന്യായം നടക്കുകയും ചെയ്യും. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കുറെ കൂടി മെച്യൂരിറ്റി ആയിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ യു ഡിസേർവ് ലവ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അവനവനൊക്കെ അറിയൂ. ഓക്കെ, യു ഡിസേർവ് ലവ്, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയൂ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ചേസ് ചെയ്യാൻ പോണ്ട പേഴ്സണെ. ഓക്കെ, ആ പേഴ്സൺ തനിയെ വരട്ടെ, അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി അവർ വരട്ടെ. ഓക്കെ, യു ആർ ലവബിൾ. ആദ്യം നിങ്ങൾ അവനവനോട് പറയാം. ഇപ്പോൾ പേഴ്സൺ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ അവർ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ എന്താ പറയുക, എൻ്റെ എന്തോ കുഴപ്പമാണ്, എന്നെ വേണ്ടാതെ ആയിരിക്കും, അവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ പറയൽ നിർത്താം. നിങ്ങൾ പറയേണ്ടത് യെസ്, എൻ്റെ വാല്യൂ അവർ അറിയുന്നില്ല എന്ന് പറയൂ. എൻ്റെ വാല്യൂ അവർ അറിയുന്നില്ല, അങ്ങനെ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഒരു പവറിലേക്ക് നിങ്ങൾ വരാം, നിങ്ങളുടെ ഒരു ഡിവൈൻ ഫെമിനൈൻ, ഡിവൈൻ മാസ്കുലൈൻ പവറിലേക്ക് നിങ്ങൾ വരാം. ഓക്കെ, അങ്ങനെ നിന്നാൽ മാത്രമേ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണുള്ളൂ. ഓക്കെ, സോ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ചാൻസ് കൊടുക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിന് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മാറ്റവും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ബട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ അതിനു വേണ്ടി ലൈഫ് കളഞ്ഞിരിക്കരുത്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളെ കെയർ ചെയ്യുക, നിങ്ങൾ സ്വന്തം കരിയറിലേക്കോ എല്ലാം നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഓക്കെ, മറ്റുള്ളവരെ കെയർ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ അവനവനെ കൂടി ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.